കോഴിക്കോട് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഈങ്ങാപ്പുഴ ടൗണിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇതുവഴി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ താമരശ്ശേരി ചുരം ഇറങ്ങി എത്തുന്നത് ഈങ്ങാപ്പുഴയിലേക്കാണ്. അപ്പോൾ ചുരം ഇറങ്ങി വരുന്നവർ മറ്റ് വഴികളിലൂടെ പോകണമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് അവിടെ മണ്ണിടിച്ചിലിൽ വീട്ടമ്മയുടെ കാല് മണ്ണിൽ കുടുങ്ങിയതായുള്ള വിവരങ്ങൾ. വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റി. ജംഷീർ കൊടിഞ്ഞിയുണ്ട്. ജംഷീർ, എന്താണ് ഉണ്ടായത്? ജിൽസി, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലാണ് വീട്ടമ്മയുടെ കാല് മണ്ണിനടിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം കൈനോട് ആണ് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 3 വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഒരു വീടിന്റെ അടുക്കള ഭാഗം തകർന്നു താഴേക്ക് പോയി. ഈ ഘട്ടത്തിലാണ് വീട്ടമ്മയും മണ്ണിനൊപ്പം താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കാലിലാണ് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. കൈനിക്കോട് സ്വദേശി ഉമൈബയ്ക്കാണ് പരിക്കേറ്റത്. വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞതോടുകൂടി ഉമൈബ അതിനൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു, അതിൽ പെടുകയായിരുന്നു. ഇന്ന് രാവിലെ 8:15 സംഭവം ഉണ്ടായത്. ഇവരെ പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. ഇവർക്ക് കാര്യമായ വലിയ പരിക്കുകളൊന്നുമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ വെള്ളം കയറുകയും മണ്ണിടിച്ചിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ കൈനോട് നിരവധി വീടുകളുടെ മുകളിലേക്ക്, അതായത് 3ഓളം വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഒരു വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന വീട്ടമ്മ ഇതിൽ പെടുകയും അവരുടെ കാല് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുകയും ചെയ്ത് പിന്നീട് മറ്റുള്ളവരെ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഏതായാലും വലിയ ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതേറെ ആശ്വാസകരവുമാണ്. ജിൽസി.